വയനാട് ജില്ലയിൽ പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ശാന്തസുന്ദരമായ ഒരു ഗ്രാമമുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ആ ശാന്തസുന്ദരമായ ഗ്രാമം കണ്ടേച്ചു വരാം അല്ലേ. അപ്പം നമ്മളിന്ന് യാത്ര തുടങ്ങുന്നത് വയനാട് ജില്ലയിലെ കാട്ടിക്കുളത്ത് നിന്നാണ് കേട്ടോ. കാട്ടിക്കുളം ടൗണാണ് ഈ കാണുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെട്ടലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ റോഡ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. നമുക്ക് ഉൾപ്രദേശത്തേക്ക് പോകുമ്പോൾ നല്ല സുന്ദരമായ ഗ്രാമം കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പോകട്ടെ. എൻ്റെ കൂടെ അവസാനം വരെ നിങ്ങളും ഉണ്ടാവണേ. അപ്പോൾ നമ്മൾ കാട്ടിക്കുളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ പോലെ ഒരു ജീവിതമാണ് കേട്ടോ. അവിടെ ജോലിക്ക് രാവിലെ ആളുകൾ പോകണു, കുട്ടികൾ സ്കൂളിൽ പോകണു, അതുപോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയ ടൗണാണ്. അപ്പം നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കാട്ടിക്കുളത്ത് നിന്ന് പുൽപ്പള്ളി റൂട്ടിലേക്കാണ് കേട്ടോ ഈ ചേകാടി ഗ്രാമം ഉള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ പോകുമ്പോൾ ഈ റോഡ് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി കേട്ടോ. ഞാൻ അധികം നീണ്ടു പോകണ്ട വെച്ചിട്ട് കുറച്ച് റോഡിൻ്റെ ഭാഗം കട്ട് ചെയ്തതാണ് കേട്ടോ. നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ഈ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് സെറ്റായൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. മയിലുകൾ, മാനുകളൊക്കെ ഈ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതൊക്കെ പോകും കേട്ടോ. കാരണം കുറച്ച് ഉൾപ്രദേശത്താണ്. പിന്നെ എനിക്ക് കുറച്ച് ഭയം ഉണ്ടായി കേട്ടോ. കാരണം കട്ടാനകളൊക്കെ ഉള്ള സ്ഥലമൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്കൊരു ഭയം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. എന്നാലും ഈ റോട്ടിലോട്ടുള്ള യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നമ്മൾ ചേകാടി ഗ്രാമത്തിലേക്ക് കയറുന്ന ആ റോഡിലെത്തി. ഇവിടെ റോഡ് സ്റ്റാർട്ടിങ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഗ്രാമം എന്ന് പറയുന്നത് പറയാതിരിക്കാനാവില്ല, സെറ്റാണ്. ഇതാ ഒരു അമ്മ നിന്നിട്ട് ആട്ടും കൂട്ടങ്ങളെ അഴിച്ചു വിട്ടിട്ട് അതുങ്ങൾ പുല്ല് തിന്നുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ, അമ്മ കാവലായിട്ട്. അപ്പോൾ ഞാൻ അമ്മയോട് സംസാരിക്കുകയെല്ലാം ചെയ്തു. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ആ സംസാരം ഇതിലേക്ക് എടുത്തപ്പോൾ മ്യൂട്ടായി ഇപ്പോൾ. എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. കാരണം സംസാരിക്കുന്ന കേൾക്കുന്നില്ലാത്തത് കൊണ്ടാട്ടോ. ഈ ഗ്രാമം നോക്കി എന്ത് രസമാണ്. ഇത് സ്റ്റാർട്ടിങ് മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. നല്ലൊരു മൈതാനമാണ്. അവിടെ നെൽകൃഷിയൊക്കെ നടത്തുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇവിടെ കടുത്ത വെയിലാണ്, കുറച്ചങ്ങ് നീങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലോണം വീഡിയോ എടുക്കുന്നത് എന്നിൽ നിന്നിട്ട് അമ്മ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നീങ്ങി നിന്നിട്ടങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമാകും എന്തായാലും. ഈ ചേകാടി ഗ്രാമം നല്ല ഭംഗിയില്ലേ. ഒരു നാടൻ പ്രദേശം, ഒരു ഗ്രാമപ്രദേശം നിറച്ച് ആടുകളെയൊക്കെ അയച്ചുവിട്ട് പുല്ലൊക്കെ തിന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. നമ്മളിവിടേക്ക് നിന്നൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാനിതിവിടെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് കേട്ടോ. എന്തൊക്കെയോ ഇങ്ങനെ ഓർമ്മ വന്നിട്ട് ഓർത്തുകൊണ്ട് നോക്കി നിന്ന് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോകാവേ. ഇവിടെ ആടുകൾ മാത്രമല്ല കേട്ടോ, പോത്ത്, എരുമ, പശു, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഈ ഗ്രാമപ്രദേശത്തിലുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ ജനങ്ങളെ കൂടുതലും കർഷകരുടെ ഒരു കൃഷിയോടനുബന്ധിച്ച് തന്നെയാണ് കേട്ടോ. കർഷകരുടെ ഒരു ജീവിതം തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ചെറിയ കുളമുണ്ട്. ആ കുളം ഇതുപോലെ കൃഷി കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. അടുത്ത് നെൽപ്പാടമാണല്ലോ, അതാ നെല്ല് കൊയ്ത പാടമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഏറുമാടമുണ്ട്. ഇതാ അത് ഏറുമാടത്തിൻ്റെ താഴെയാണ് തീ കൂട്ടിയ ചാരം നമ്മൾ കണ്ടത്. എന്താ വെച്ചാൽ അവിടെ തീകൾ കൂട്ടിയിട്ട് മുള്ളം പന്നികളോ അല്ലെങ്കിൽ ഈ കൃഷി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വന്യജീവികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തീയൊക്കെ കൊളുത്തുന്നത് കേട്ടോ. അത് ആ ഒരു കർഷകൻ, ഒരു ചേട്ടൻ, ആ ചേട്ടൻ്റെ പശുക്കളാണ് തോന്നണം കേട്ടോ. എല്ലാത്തിനും അയച്ചിട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ വിട്ടേക്കാം കേട്ടോ. ആ ചേട്ടൻ ചെന്ന് വിളിക്കുമ്പോൾ ഈ പശുക്കളൊക്കെ ഈ ചേട്ടൻ്റെ ഒപ്പരം പോവുക കേട്ടോ. കാരണം അതൊരു ശീലമായിപ്പോയി. മൃഗങ്ങളാണെങ്കിലും ഒത്തിണങ്ങിപ്പോയി ആ ചേട്ടനോട്. അപ്പോൾ നമ്മൾ അവിടുന്ന് അതൊക്കെ കണ്ടതിന് ശേഷം വാഹനത്തിൽ കയറിയിട്ട് നമ്മൾ മുന്നിലേക്ക് പോകട്ടെ. നമുക്ക് ഈ ചേകാടി ഗ്രാമം എന്ന് പറയുന്ന സ്ഥലം നമുക്ക് അറിയില്ല. ഏത് റൂട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി റൂട്ടൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ആദിപരാശക്തി ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ ആ കുട്ടികളോട് ചോദിച്ചപ്പോഴത്തേക്ക് ഈ റൂട്ടാണ് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് തിരിയാണ് കേട്ടോ. എന്തായാലും ഇവിടെ പറയത്തക്ക വലിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമൊന്നുമില്ല കേട്ടോ. സാധാരണ കുഞ്ഞു വീടുകൾ, കുഞ്ഞു ആളുകളല്ല കേട്ടോ, സാധാരണ ആളുകൾ ഒക്കെയാണ് കേട്ടോ ഉള്ളത്. നമ്മളവിടുന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവരിങ്ങനെ ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മനുഷ്യരെയാണ് കേട്ടോ നമുക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് നേരം കൊണ്ടെങ്കിലും കാണാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ ഒരു അപകടമുണ്ട് കേട്ടോ. കാരണം ഇവിടെ എർത്ത് കമ്പികൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കറണ്ടിൻ്റെ ആണത്. കാരണം വന്യജീവികളൊക്കെ കൃഷി നശിപ്പിക്കാനൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ.
അപ്പോൾ എനിക്ക് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ അതിലൊന്നും ചെന്ന് പെടാതിരുന്നത് ഞാൻ. കാരണം അങ്ങനെ പെട്ടെന്ന് പോകുന്ന ആളുകൾ എന്തായാലും ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. വയനാട് പ്രദേശങ്ങളിലൊക്കെ പോകുന്നവർ തീർച്ചയായിട്ടും വനപ്രദേശത്തിൻ്റെ സൈഡുള്ള സ്ഥലത്ത് ഇതുപോലെ എർത്ത് കമ്പി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എർത്ത് കമ്പിയല്ല, കറണ്ടിൻ്റെ കമ്പികളാട്ടോ ഉണ്ടാവും, ശ്രദ്ധിക്കട്ടോ. അങ്ങനെ നമ്മൾ ആ നെൽപ്പാടമൊക്കെ കണ്ട് വൈക്കോലൊക്കെ കെട്ടിയിരിക്കുന്നതൊക്കെ കണ്ട് നമ്മൾ വലിയൊരു നെൽകൃഷിയൊക്കെയുള്ള ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിലെയുള്ള യാത്ര എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് എങ്ങനെയാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഇത് ഉള്ളിലേക്ക് എടുക്കാതിരിക്കാനാവാന്നറിയില്ല. അത്ര നല്ല സുന്ദരമായ സ്ഥലമാണ്. ഇതേ അവിടെയായി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് കേട്ടോ. കബനി നദിയുടെ ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കാട്ടിക്കുളം ഭാഗത്തേക്ക് പോകുമ്പോൾ കബനി നദിയാണ് കേട്ടോ ആ കാണുന്നത്. അവിടെ കുറച്ച് വിശിഷ്ട അതിഥികളുണ്ട്, കണ്ടോ. അവന്മാരിങ്ങനെ കൂട്ടം ചേർന്നിരുന്ന് എന്തോ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. നമുക്കൊന്ന് കണ്ടേച്ചു വരാം ഇതെന്താ ചെയ്യുന്നത്. എന്നെ കണ്ടപാടെ ഇവന്മാർ ഓടിപ്പോയി. എന്താ സംഭവം അറിയില്ല. ഇവന്മാർക്ക് തോന്നിയിട്ടുണ്ടാവും നമുക്കൊരു അപരണമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല. എന്നെ കണ്ടപാടെ ഇവന്മാരെല്ലാം കൂടെ ഓടിപ്പോയിട്ട് കൂട്ടം ഒരു 10-50-60 മങ്കികളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. കുഞ്ഞിതും വലുതും അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഒക്കെ ആയിട്ട് ഇതാ അതുകൊണ്ട് ഇരിക്കുന്നത്. എന്നെ കണ്ടപാടെ എന്താ അറിയില്ല, ഇവന്മാർ പേടിച്ചോടുകയാണ്. എന്തായാലും ഞാൻ ഒന്നെങ്കിലും വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഞാനും. പിന്നെ എനിക്ക് പേടിയായി കേട്ടോ. കാരണം കണ്ടോ അവിടെയായിട്ട് കയറി ഇരിക്കുക ഇവന്മാരെല്ലാം ഞാൻ കാണാണ്ട്. ഇനി എന്നെ എങ്ങനെ ആക്രമിച്ചെല്ലാം കൂടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു പേടിയുണ്ടായി കേട്ടോ. എന്നാലും ഞാൻ ഒന്നിൻ്റെയെങ്കിലും വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ച് ഞാനും എന്നോടോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ തിരിഞ്ഞ് നടക്കും പോലെ ചുമ്മാ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്മാരൊക്കെ മെല്ലെ ഇറങ്ങി വന്നു കേട്ടോ. താഴേക്ക് ഓടിപ്പോണുണ്ട് കണ്ടോ. അതാ വരുന്നുണ്ട്, അതാ ഓടിപ്പോണു കണ്ടോ. എന്നെ കാണുമ്പോൾ എന്താ അറിയില്ല ഇവന്മാർക്ക് ഇത്ര പേടി. ഞാൻ മെല്ലെ പോകണമെന്ന് വിചാരിച്ചിറങ്ങി ഇന്നപ്പോൾ ഇവന്മാർ താഴെ ഇറങ്ങി കേട്ടോ. ഞാൻ വിടുവോ? ഞാൻ എന്നെ കാണുമ്പോൾ എല്ലാം നേരം നോടും. ഇവന്മാർ ഇവിടെ ഇരുന്ന് എന്തോ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഫ്രൂട്ടാണ് കേട്ടോ എന്തായാലും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ അടി കൂടുന്നു അതിന് വേണ്ടിയിട്ട്. നല്ല രസമുള്ളൊരു കാഴ്ചയാട്ടോ ഇവിടെ തന്നെ ഇത് കാണുന്നത് തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് മുന്നിലേക്ക് പോകാം. അവിടെ വേറെ ആളുകളൊക്കെ വന്നു കേട്ടോ. ടൂറിസ്റ്റ് ഇത് കാണാൻ വേണ്ടി വരുന്നവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ 3 കുട്ടികൾ വരുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം കേട്ടോ ഇനി എങ്ങോട്ടേക്കാണ് നമ്മൾ നീങ്ങേണ്ടതെന്നുള്ളത്. കാട്ടിക്കുളം വിട്ടതോടുകൂടി നിശബ്ദമായ നഗരത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ പതുക്കെ അകന്നു കേട്ടോ. ഇരുവശത്തും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ, ചെറിയ കൃഷിയിടങ്ങൾ, വയലുകൾ, ഇടയ്ക്ക് കാടിൻ്റെ അതിരുകൾ. ഇത് തന്നെയാണ് കേട്ടോ വയനാട്ടിലെ റോഡ് യാത്രയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ മോനോട് സ്ഥലം ചോദിച്ചിട്ട് കബനി നദി, അപ്പോൾ നമുക്കൊന്ന് കബനി നദി കാണാം കേട്ടോ. കബനി നദി എന്ന് പറയുന്നത് ഈ നദിയാണ് കേട്ടോ ഈ പ്രദേശത്തെ വയലുകൾക്കും കൃഷിക്കും ഒക്കെ ജീവൻ നൽകുന്നത്. അപ്പം നമുക്ക് ഇറങ്ങി ഒന്ന് കാണാം കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി, എത്രത്തോളം വലിപ്പമുണ്ട് എന്നൊക്കെ. പക്ഷേ എനിക്ക് പേടിയായി കേട്ടോ. എൻ്റെ ഫോണ് ഞാൻ ആ സൈഡിൽ പോയി നിൽക്കുമ്പോൾ എനിക്കൊരു വിചാരം, ദൈവമേ ഈ ഫോണെങ്ങാനും വിട്ടുപോയാലോ, ഫസ്റ്റ് തന്നെ നെഗറ്റീവാണല്ലോ വിചാരിക്കണേ എന്നൊക്കെ വിചാരിച്ചാട്ടോ ഞാൻ പോയി വീഡിയോ എടുത്തത്. എന്തായാലും ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നിട്ടൊന്ന് പ്രകൃതിയൊക്കെ ആസ്വദിക്കണമെന്ന് പറഞ്ഞാട്ടെ ഇറങ്ങിയത്. അപ്പോൾ ഈ നദിയുടെ ആ ഒരു വിസ്തൃതിയും ആഴവും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കെന്തായാലും പേടിയായിന്. കാരണം എൻ്റെ ഫോണ് ഞാനെന്ന് പറഞ്ഞ് എങ്ങാനും കാലങ്ങാനും വിട്ടുപോയി ഞാൻ ഇതിൻ്റെ അകത്ത് പോകില്ല എന്നുള്ളൊരു ഭയമായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു സമാധാനം, ഇതാ കുട്ടികളൊക്കെ എന്തായാലും അവിടെ ഇരിക്കണുണ്ട്, വിശ്രമിക്കുന്നതാണ്. അവരൊക്കെ ഈ നദിയുടെ സൈഡിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കട്ടോ. നമുക്കിനി അപ്പുറത്തെ സൈഡിലൂടെ പോയി നോക്കാം കേട്ടോ. എന്തായാലും വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ ഈ ചേകാടി ഗ്രാമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ. കാട്ടിക്കുളം മുതൽ ഇപ്പോൾ കബനി നദിയായി ഈ ഒരു ഭാഗമെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയാണ് കേട്ടോ കബനി നദി. ഇത് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് വെള്ളമാണെന്ന് കേട്ടോ, നിറച്ച് വെള്ളം. കബനി നദി ഒഴുകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വെള്ളം കുറയുമ്പോൾ ഈ അവസ്ഥയാണെങ്കിൽ വെള്ളം കൂടുമ്പോൾ എന്താവസ്ഥയായിരിക്കും എൻ്റെ പടച്ചോനെ എന്നൊക്കെ വിചാരിച്ചാട്ടോ ഞാൻ അവിടെ നിൽക്കുന്നത്. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായിന് ഇവിടെ ഒരു സ്ഥലം, നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ മങ്കിക്കുട്ടന്മാരും അത് വന്യജീവികളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഭയവും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അടുത്ത് പക്ഷികളും കാര്യങ്ങളൊക്കെ, ഈ പക്ഷികളെല്ലാം ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്, അവിടെ ഓരോ ഈ പാറപ്പുറത്ത് ഓരോ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ, എങ്ങനെ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. അത്ര രസമാണ് കേട്ടോ ഈ ഒരു കബനി നദിയുടെ തീരം എന്ന് പറയുന്നത്. അതാ പറക്കുന്നത് കണ്ടോ, 2 ഒന്നിച്ചങ്ങ് പോവുക. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടാണോ അറിയില്ല എല്ലാവരും ഓടിപ്പോണത്.
നേരത്തെ നമ്മൾ മങ്കി എടുക്കാൻ വന്നപ്പോൾ അവന്മാർ ഓടിപ്പോയി, ഇതാ പക്ഷികളും പോകണം, എല്ലാവരും പോവാം. എന്തായാലും അത് പറന്നു വന്നാൽ പാറപ്പുറത്ത് തന്നെ ആയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കബനി നദിയുടെ തീരം. അപ്പോൾ നമുക്ക് ഇവിടുന്നും സ്റ്റാർട്ട് ചെയ്ത് പോകേണ്ട സമയമായി കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ ഇത് കണ്ടിട്ട് ഇവിടുന്ന് കയറി അങ്ങ് പോകാം. നമ്മളവിടെ ചെല്ലുമ്പോൾ കുറേ ആളുകൾ ആ പാലത്തിൽ വന്ന് നിന്നിട്ട് കബനി നദി ചേകാടിയും കൂടെ കണക്ട് ചെയ്യുന്ന പാലത്തിൽ വന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായി കേട്ടോ. അപ്പം നമ്മൾ മെല്ലെ മെല്ലെ ആ ചേകാടി ഗ്രാമത്തിൻ്റെ പ്രദേശത്തേക്ക് പോവുക. ആ അമ്മമ്മ എന്നെ കണ്ടപ്പോൾ ഇതേ ഒരു അമ്മമ്മ വരുന്നുണ്ടോ, ഞാൻ അമ്മമ്മ എന്നെ കണ്ടപ്പോൾ ചിരിച്ച് എനിക്ക് ടാറ്റയൊക്കെ തന്ന് അമ്മമ്മ പ്ലെയിൻ കിസ്സൊക്കെ തന്നു കേട്ടോ. അമ്മ കണ്ടോ, അമ്മമ്മ ടാറ്റ തരുന്നുണ്ടെന്ന് അമ്മമ്മ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും എനിക്കിഷ്ടമായിന് ഇവിടുത്തെ മനുഷ്യരെയും ഈ പ്രകൃതിയെയും എന്തായാലും എനിക്ക് പെരുത്തിഷ്ടമായിന് കേട്ടോ. ഇതാ കുഞ്ഞു മക്കളൊക്കെ അവിടെ നിന്ന് സൈഡിൽ നിന്ന് കളിക്കുന്നത്. ഇതുപോലെ കുഞ്ഞു 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 വീടുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ മെല്ലെ എത്തി കേട്ടോ, ചേകാടി ഗ്രാമത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ചേകാടി ഗ്രാമത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. കിടുവായിട്ട് ഓരോ ജോലികൾ നടക്കുന്നുണ്ട്, അതായത് കർഷകരുടെ. ഇവിടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ചേകാടി ഗ്രാമത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ബോർഡുള്ളത്. അപ്പോൾ നമുക്ക് റോഡൊക്കെ കുറച്ച് പ്രശ്നമാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൈ മാറ്റണ്ടേ, ഹെവി വാഹനങ്ങളൊക്കെ ഇതിലേ പോകുന്നത് കൊണ്ടാണ്. വെൽക്കം ടു ചേകാടി, കണ്ടോ, യുവർ കൺട്രി ഈസ് യുവർ ഐഡൻറ്റിറ്റി, കീപ് ഇറ്റ് ക്ലീൻ. എന്താ വെച്ചാൽ ഈ പ്രദേശം ഒരു ക്ലീൻ ആയിരിക്കണമെന്നാണ് കേട്ടോ. എന്താ വെച്ചാൽ അവിടെ ചെന്നപ്പോഴും കാണാൻ കഴിഞ്ഞത് ഇതുപോലെ ആടുകളെയാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയത് ഈ ആടുകളൊക്കെ നിന്നിട്ട് ഇങ്ങനെ പുല്ല് തിന്നാം കേട്ടോ. ഞാനും ഇതുങ്ങളെ നോക്കി കുറേ നേരം ഇങ്ങനെ നിന്ന് കേട്ടോ. എന്ത് രസമാണല്ലേ. അങ്ങനെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിലെ ചെറുപ്പത്തിൽ ആടുകളൊക്കെ ഇങ്ങനെ വീട്ടിൽ വളർത്താൻ വേണ്ടി. അപ്പം ഞാനും എൻ്റെ ഏച്ചിയും കൂടി നിനക്ക് കറുത്താട് എനിക്ക് വെളുത്താട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് രണ്ടാൾക്കും എൻ്റെ അമ്മ രണ്ടാടുകളെ കുഞ്ഞാടുകളെ വെച്ച് തരും. എന്ന് വെച്ചാൽ രണ്ടുപേരും നോക്കിക്കോണം പുല്ല് തിന്നാൻ. അതുപോലെ ആയിരുന്നു കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള കാഴ്ച. ഇത് റോഡ് പൊളിഞ്ഞ് കിടക്കുന്നതിൻ്റെ വെച്ചാൽ ഹെവി വെഹിക്കിൾ ഇതിൽ പാസ് ചെയ്യുന്ന ട്രാക്ടറോ ലോറിയും കാര്യങ്ങളൊക്കെ സ്ഥിരം ഇതിൽ പോയിക്കൊണ്ട് വെക്കുന്നത്. കാരണം ഇതിൽ മിഷിൻ നമ്മുടെ നെല്ല് കൊയ്യാൻ വേണ്ടിയിട്ട് മെഷീനൊക്കെ കൊണ്ടുപോകണോണ്ടായിരിക്കും കേട്ടോ. വളരെ സുന്ദരമായൊരു ഗ്രാമം തന്നെയാണ് കേട്ടോ. പുൽപ്പള്ളിയിൽ നിന്ന് ചേകാടിയിലേക്കുള്ള റോഡ് കൂടുതൽ ശാന്തമാണ് കേട്ടോ. റോഡ് കുറച്ച് ചുരുങ്ങിയതായിരിക്കും, പക്ഷേ യാത്ര വളരെ രസകരവും സുഖകരവും സന്തോഷകരവുമാണ് കേട്ടോ. ഇരുവശങ്ങളും കാടുകളും വയലുകളും തോടുകളും പുഴകളും ഒക്കെ നമ്മൾ കണ്ടല്ലേ, നദിയും. അങ്ങനെ വണ്ടിയുടെ ശബ്ദം പോലും ഇവിടെ കുറയുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. കണ്ടോ, ആട്ടുമ്പകളൊക്കെ നിന്നിട്ട് പുല്ലങ്ങ് കടിച്ച് തിന്നിയാണ്. എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി സുന്ദരമായൊരു ഗ്രാമം തന്നെയാണ് കേട്ടോ ചേകാടി ഗ്രാമം. ഇപ്പോൾ നമ്മൾ ചേകാടി ഗ്രാമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇവിടെ വലിയ കെട്ടിടങ്ങളില്ല, വലിയ തിരക്കുകളില്ല, ചെറിയ വീടുകളും വയലുകളും സൗഹൃദമുള്ള നാട്ടുകാരുമാണ് കേട്ടോ. പിന്നെ ചേകാടി ഒരു നാടൻ ഗ്രാമമാണ്. പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതം ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആടുകളെയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാ അങ്ങ് ദൂരെ മനോഹരമായ ഒരു കാഴ്ച കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് വിട്ടാലോ, അവിടെ എന്താ സംഭവിക്കണേന്ന്? ബാ പോകാം, നമ്മളൊപ്പം, എൻ്റെ ഒപ്പം പോരാ കേട്ടോ. നമുക്ക് എല്ലാവർക്കും പോയി നോക്കിയിട്ട് വരാം അവിടെ എന്താ സംഭവിക്കണേന്ന്. അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് കണ്ടോ. കുറേ ആളുകളെയും കാണുന്നുണ്ട്, ഒരു മെഷീനും കാണുന്നുണ്ട്, നെല്ലും കാണുന്നുണ്ട്, വൈക്കോലും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് പോയി നിൽക്കാം അല്ലേ. ഇതെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നെൽകൃഷി കഴിഞ്ഞിട്ട് നെല്ല് ചെയ്തതാണ്. ഇതിൻ്റെ ഒരു കുറച്ച് പാട്ട് ഞാൻ മുന്നേ ലൈവിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ല, ഇതുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ചേച്ചിമാരൊക്കെ നിന്നിട്ട് ഇങ്ങനെ നെല്ല് കൊയ്യുന്ന ഭാഗങ്ങളായിരുന്നു കണ്ടത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെൽകൃഷിയാണ്. അവിടെ നെൽപ്പാടമാണ് കേട്ടോ. ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് കൂടുതലായിട്ടുള്ള നെൽകൃഷിയാണ്. അതുപോലെ തന്നെ അവിടെ കർഷകരും നെല്ലും കൃഷിയൊക്കെ തമ്മിൽ ഭയങ്കര ആത്മബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതുപോലെ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞ് അവർ കൂട്ടിയിട്ടേക്കാണ്. എന്നിട്ട് ആ നെല്ല് വാരി ഇതുപോലെ മിഷ്യത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വൈക്കോല് വേറെ, നെല്ല് കണ്ടോ. അങ്ങനെ ഈ നെല്ലും വൈക്കോലും ഒക്കെ സെപ്പറേറ്റഡ് ആയിട്ട് അതിൻ്റെ അകത്തൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അത് തന്നെ കണ്ടോ, വൈക്കോല് പോണ സംഭവം കണ്ടോ. ഇവർ നെല്ല് അതിൽ വൈക്കോല് വാരിയിടും, നെല്ല് അതിൽ സെറ്റാവും, വൈക്കോൽ ഇതാ അപ്പുറത്തെ സൈഡിൽ കൂടി പുറത്തേക്ക് പോകും കേട്ടോ. ഭയങ്കര സംഭവമല്ലേ, കണ്ടുപിടുത്തങ്ങളല്ലേ ഇതൊക്കെ നമ്മൾ കണ്ടോ വൈക്കോല് പോണ പോക്ക്. പക്ഷെ വേറൊരു സംഭവമുണ്ട്, ഇതിൻ്റെ പൊടി എന്നാണോ ഞാൻ അടിച്ചത് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ജലദോഷം വിട്ടുപോയിട്ടില്ല കേട്ടോ.
കാരണം അത്രയ്ക്ക് പൊടിയാണ് കേട്ടോ. അവിടെ നിന്ന് കർഷകരായാലും അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവർക്ക് ആ പൊടിയെടുക്കുക, ഒരു മൂക്കെല്ലാം അങ്ങനെ കെട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര വൈക്കോലിൻ്റെ പൊടിയാണ് കേട്ടോ അവിടെ. എനിക്കിത് കണ്ടിട്ട് മുന്നേയുള്ള കാലങ്ങളിലുള്ള ആളുകൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും. അവരുടെ അച്ഛനമ്മമാരുടെ കാലങ്ങളിലൊക്കെ ഇതൊക്കെ തന്നെയായിരിക്കും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ തലമുറയിൽ നിന്ന് കൺമറഞ്ഞു പോകുന്നൊരു സംഭവമാണ് ഈ സംഭവം. അതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. എത്ര കണ്ടാലും മതിവരാത്ത വിധത്തിലുള്ള ഒരു കാഴ്ചയായിട്ട്. ഇതാ അവിടെ നിന്നിട്ട് കണ്ടോ, അങ്ങ് നിന്ന് വാഹനങ്ങളൊക്കെ നിർത്തി ആളുകൾ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എന്തായാലും അടുത്ത് പോയി നിന്ന് അത് കണ്ട് അതിൻ്റെ പൊടിയെല്ലാം അടിച്ച് സുഖമില്ലാണ്ടായി, തലവേദനയും പനിയൊക്കെ ആയി കേട്ടോ. എന്നാലും എനിക്ക് വളരെ രസമായി തോന്നി. നോക്കിയേ, എന്തൊരു രസമല്ലേ നമ്മളിങ്ങനെ വയലിലൊക്കെ നിൽക്കുന്ന സമയത്ത് അക്കരയിലൂടെ ഇങ്ങനെ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അതൊക്കെ ഒരു മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ കിടുമായിരിക്കും അല്ലേ. നോക്കിയേ എന്ത് രസമാണ്. അവിടെ ബ്ലോക്ക് വന്നു കേട്ടോ, വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നപ്പോൾ. അപ്പോൾ എന്തെങ്കിലും മനോഹരമായൊരു പ്രകൃതിയിൽ നമ്മൾ കാണാൻ എത്തിയിട്ടുണ്ടെന്ന് ചേകാടി ഗ്രാമം. വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെന്തായാലും ഇനി അക്കരെ കടക്കണമല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ഞാൻ ഒരു ലാഘവത്തോടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഓടിച്ചാടിയൊക്കെ ഇങ്ങെത്തി, അതിൻ്റെ അവിടുത്തെ എത്തി. ഇനി ഇവിടുന്ന് തിരിച്ച് നടക്കലെന്ന് പറയുമ്പോൾ കുറച്ച് പണിയാണ്. എന്തായാലും നടക്കുക തന്നെ. എനിക്കെന്തായാലും ഈ സ്ഥലം കാണണമെന്നുള്ള പെരുത്ത ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം അങ്ങനെ സാധിച്ചു. ഈ ചേകാടി ഗ്രാമം എന്ന് പറയുന്നത് ഇതാണ്. ആളുകൾ എല്ലാവരും കണ്ടിരിക്കുകയും അറിഞ്ഞിരിക്കേണ്ടയും ചെയ്യേണ്ട ഒരു സ്ഥലവും കാര്യങ്ങളാണ്. അപ്പം എൻ്റെ ഒപ്പം നിങ്ങൾ ഇത് ഫുള്ളും കണ്ടിട്ട് നമുക്ക് ചേച്ചിമാരോടൊക്കെ ചേട്ടന്മാരോടൊക്കെ സംസാരിക്കാം കേട്ടോ. അതൊക്കെ അവർ ചേകാട് എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, മാലിന്യം വലിച്ചെറിയരുത് എന്ന് അവിടെ ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മസ്റ്റാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടായിട്ട് ഒരു മൂലക്ക് മാലിന്യം കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇത്ര ദൂരം ഞാൻ എത്തിയിട്ടും ഒരു പേപ്പർ കഷ്ണം പോലും മാലിന്യമായിട്ട് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അത്ര നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. റോഡൊക്കെ കുറച്ച് പ്രശ്നമാണെങ്കിലും ബാക്കി എല്ലാ അടിപൊളി. റോഡൊക്കെ ഈ വാഹനങ്ങളൊക്കെ ഹെവി വാഹനങ്ങൾ പോകുന്നതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. എന്തായാലും നമ്മൾ ചേകാടി ഗ്രാമത്തിലെത്തി. ചേകാടി ഗ്രാമത്തിൻ്റെ കുറച്ച് കർഷക ജീവിതവും നമുക്ക് കണ്ടിട്ട് വരാം. അതിൽ മിഷ്യൻ വർക്കൊക്കെ നമ്മൾ കണ്ടിനില്ലേ. അപ്പോൾ കർഷകരുടെ മനുഷ്യന്മാർ നിന്നിട്ട് ഓരോ ജോലി ചെയ്യുന്നെല്ലാം നമുക്ക് കാണാം കേട്ടോ. അയ്യോ, കുറേ നേരം ഇവിടെ ഇറങ്ങി നിന്നിട്ട് കുറേ ടൈം ഞാനിവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. എന്നു വെച്ചാൽ എനിക്ക് പ്രകൃതിയോട് ഒരു ഭയങ്കര പ്രണയമാണ്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളോട് ഒരു പ്രണയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് പ്രകൃതിയോട് കുറച്ച് ആത്മബന്ധം പ്രണയമൊക്കെ കൂടുതലായതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ ഒക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ നോക്കും കുറേ നേരം. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ കാണിച്ചത് കേട്ടോ. ഞാനിവരോടെല്ലാം സംസാരിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ വീഡിയോ എല്ലാം സൗണ്ടെല്ലാം മ്യൂട്ടായി പോയിന് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. കണ്ടോ, നമ്മളെ കൊണ്ട് കഴിയുമോ ഇങ്ങനെയെല്ലാം നെല്ലൊക്കെ മാറ്റി മാറ്റി ഇടാനല്ലേ? നെല്ലും ഉമിയും തമ്മിൽ വേർതിരിക്കുന്നതാണ് കേട്ടോ ഇത്. കാരണം നെല്ല് കൊയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഉമിയും നെല്ലും കൂടെ ഒക്കെ മിക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉമിയും നെല്ലും കൂടെ ഇവർ ഉമിയും നെല്ലും കൂടി വേർതിരിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇത്. കണ്ടോ, സെറ്റ് കാഴ്ചയാണ് കേട്ടോ. പിന്നെ ഇത് കൊണ്ടുപോയി പുഴുങ്ങി ഒക്കെയാണ് കേട്ടോ ആദ്യമാക്കുന്നത്. അത് എനിക്ക് അറിഞ്ഞൂടാ അതേക്കുറിച്ച്. അത് അവരെന്താണ്ടല്ലൊക്കെ പറഞ്ഞു തന്നിനി. അത് എൻ്റെ വോയിസ് മ്യൂട്ടായി പോയപ്പോൾ അത് കിട്ടിയില്ല. പുഴുങ്ങി എന്തൊക്കെയോ ചെയ്യും കേട്ടോ. അതും ഇങ്ങനെയല്ല അരിയെല്ലാം ആക്കുന്നത്. അറിയാവുന്നവർക്ക് നല്ലോണം അറിയാം കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ചേകാടി ഗ്രാമത്തിൽ നമ്മൾ കാണേണ്ട മനോഹരമായ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് അവർ പിന്നെ എനിക്കിങ്ങ് കാണിച്ചു തന്നു കേട്ടോ. ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞു. ഇങ്ങനെ ഞാനതെല്ലാം കണ്ടിന്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു കേട്ടോ, കുറച്ച് നീങ്ങിയിരുന്നു, പൊടിയാണ്, ഇവിടെയും പൊടി തന്നെയാണ്. ആ പൊടിയെല്ലാം ഞാൻ ശ്വസിച്ച് ആയിട്ടാണ് കേട്ടോ എനിക്ക് അന്ന് പോലെ തുടങ്ങി ജലദോഷമൊന്നും മാറാത്തത്. ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എന്ന് ഞാനങ്ങ് നിഗമിച്ചു. അപ്പം നമുക്ക് ഈ കാഴ്ച കാണാം കേട്ടോ. നല്ല രസമാണ്, കണ്ടോളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് സ്പീഡങ്ങ് കൂട്ടി വിടാം കേട്ടോ. എന്ന് വെച്ചാൽ കുറേ അധികം ഉണ്ട് കേട്ടോ. ഇത് ഒരു ഹസ്ബൻഡ് വൈഫാണ് കേട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതായത് എനിക്ക് ഇതുവരെ കണ്ടപ്പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു നൈസ് ഫാമിലി. അവർ കർഷകരാണ് കേട്ടോ. അവർ ഇതുപോലെ കൃഷി നടത്തുന്നതാണ്, ഹസ്ബൻഡ് വൈഫും കൂടി. എന്നിട്ട് അവർ തന്നെ സ്വന്തമായിട്ട് ഇതുപോലെ നെല്ലും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നെല്ല് കൃഷിയൊക്കെ എടുത്ത് ഏട്ടനും ഏച്ചിയും കുറേ സംസാരിച്ച് കേട്ടോ എന്നോട്. അപ്പോൾ ഏട്ടനോട് ഞാൻ ചോദിച്ചിന്, ഏട്ടൻ ഇവിടെ നെൽകൃഷി നടത്തുന്ന സമയത്ത് കണ്ടിന്യൂസ് 6 മാസമാണല്ലോ കൃഷിക്ക് വേണ്ടത്.
ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് പിന്നെയും ചെയ്യുന്ന ആ ചേട്ടന് ചിരി വരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ചെന്ന് വർത്താനം പറയുമ്പോൾ ചേട്ടൻ വിചാരിക്കേണ്ടത് എന്തോന്നടേ ഇതെന്ന്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. കണ്ടിന്യൂസ് 6 മാസമാണ് ഇതിൽ നെൽകൃഷി ചെയ്യുന്നത്. അപ്പോൾ മഴയുള്ള സമയത്ത് നെൽകൃഷി ചെയ്യും. മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കബനിപുഴയില്ലേ നമ്മൾ വരുന്ന വഴി കണ്ടേ, അവിടെ നിന്നൊക്കെ വെള്ളം ഇവിടെ എങ്ങനെയൊക്കെയൊക്കെയോ എത്തിക്കും കേട്ടോ. വിജാലിലൂടെയൊക്കെ ഇവിടെ എത്തിക്കും. എന്നിട്ട് കൃഷി നടത്തും. പക്ഷേങ്കിൽ മുള്ളൻ പന്നിയുടെ ഭയങ്കര ശല്യം ആയതുകൊണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ കുറേ സംസാരിച്ചു കേട്ടോ. ചേച്ചിക്കാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് നാണം വരുന്നിട്ട് മുഖം മറച്ചു പിടിക്കുക, ചെറു വേണ്ടേ എന്നൊക്കെ പറഞ്ഞു. എന്നാലും ചേട്ടൻ പറഞ്ഞു വീഡിയോ എടുത്താന്നെല്ലാം പറഞ്ഞ് ചിരിക്കുക കേട്ടോ. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മനോഹരമായൊരു കാഴ്ചയായി തോന്നി. നല്ല ഫ്രണ്ട്ലി. നമുക്ക് ഇവിടെ ചെന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ അവർക്ക് വലിയ ആഡംബരം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ നല്ല സ്നേഹമുള്ള നാട്ടുകാരാണ് കേട്ടോ. നമ്മളവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുകയൊക്കെ ചെയ്യും കേട്ടോ. അരിയെല്ലാം എടുത്ത് ചേച്ചി കാണിച്ചു തരും കേട്ടോ. ഉമിയും അരിയും ഒക്കെ ഇങ്ങനെ വേർതിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നെല്ലാം പറഞ്ഞ് കേട്ടോ. അവൻ്റെ അടുത്തൊരാൾ നിൽക്കണുണ്ടോ? ആരാ സാധനം അറിയോ അവൻ? ഇതുകൊണ്ട് ഈ ചേട്ടനല്ല കേട്ടോ. ചേട്ടൻ്റെ അടുത്ത് ഞാനവിടെ ചെന്നപ്പോൾ പോലെ അവൻ എന്നെ ഇങ്ങനെ നോക്കുക, നീ ആരാ ഇവിടെ വെച്ചിട്ടുള്ള ഭാവത്തിൽ. അണ്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നിടം വരെ അവനവിടെ ചുറ്റിക്കൂടി കേട്ടോ. കാരണം പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കും. ഞങ്ങളുടെ നാട്ടുകാരുടെ അടുത്ത് വേറൊരാളോ എന്ന് വിചാരിച്ചൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പരിചയമില്ലാത്തത് കൊണ്ട് നോക്കി നിൽക്കുന്നതാണ്, എന്താ സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പുള്ളി ഇവിടെ തന്നെ ഉള്ള ആളാണ് എന്നെല്ലാം പറഞ്ഞു കേട്ടോ. ഓരോ കർഷകരും ഓരോ കാര്യങ്ങൾ ചെയ്യട്ടോ കേട്ടോ. ഇതുപോലെ നെല്ല് നിറച്ച് ഇവരുടെ ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് അതുപോലെ ഇതൊക്കെ കെട്ടിയിട്ട് അവിടെയും ആളുകളിരുന്ന് കാണുന്നൊക്കെയാണ്. ഇതാണ് കേട്ടോ ചേകാടി ഗ്രാമത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. കട്ടൻ ചായ മാത്രം കിട്ടുന്ന ടീ ഷോപ്പ്. അപ്പം ഞാൻ ഏട്ടനോട് ചോദിച്ചു ചായ ഉണ്ടോ ചോദിച്ചപ്പോൾ ചായ എല്ലാം കഴിഞ്ഞു, ഇതിനെല്ലാം കഴുകി വെച്ച് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് മെല്ലെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രകൾ ഇനിയും കാണുവാൻ കുറച്ചും കൂടി. ചെറിയ ഈ വൈക്കോല് കൊണ്ട് കെട്ടിയ കുടിലല്ല വീടാണ് കേട്ടോ. അത് വൈക്കോല് കൊണ്ട് മേഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുന്നതായിരുന്നു, ഈ വൈക്കോല് കൊണ്ട് മേഞ്ഞു കഴിഞ്ഞാൽ ഇത് നനയൂലേ വെള്ളം വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാരം കൂടൂലേ വൈക്കോലൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. ഇതെന്താ അറിയോ, ഒരു താമരക്കുളമാണ് കേട്ടോ. ഈ വയലിൻ്റെയൊക്കെ ഈ വയലില്ലേ നെൽകൃഷിയുടെ നടുക്ക് എനിക്ക് മനോഹരമായി തോന്നിയൊരു സംഭവം ഈ താമരക്കുളമാണ് കേട്ടോ. നിറച്ച് താമരക്കുളമാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലൂടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് ശ്രദ്ധിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നിന്ന് കണ്ടോ, കുളത്തിന് ആ സമീപത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം, ആഴമുണ്ട് എന്നൊക്കെയാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മസ്റ്റായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുഴയിലിറങ്ങാൻ പോയാലും ഒരു വീഡിയോ എടുക്കാൻ എന്ത് കാര്യത്തിന് പോയാലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എന്തെങ്കിലും ബോർഡ് ഉണ്ടെങ്കിൽ ആ ബോർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് അനുഭവത്തിൽ കൂടിയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുക. ഞാൻ ആ താമരക്കുളത്തിൻ്റെ സൈഡിൽ പോയി നിന്നിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അത് ഇടിയാനൊക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ബോർഡ് കണ്ടതുകൊണ്ട് എൻ്റെ ഭാഗ്യം കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി. അതുകൊണ്ട് നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് കേട്ടോ. കണ്ടോ, ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ബോർഡ് വെച്ചിരിക്കുന്നത് എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ താമരക്കുളത്തിൻ്റെ അവിടെ നിന്ന് കയറി വന്നിട്ടുണ്ട് കണ്ടോ. മനോഹരമായൊരു കാഴ്ചയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കാണാൻ ഇതാ കുടിലുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വൈക്കോല് കൊണ്ടാണ് കേട്ടോ ഇത് മേഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏച്ചിയോടെല്ലാം വർത്താനം പറഞ്ഞു. പിന്നെ ആ ഏച്ചി മാസ്കെല്ലാം ഇട്ട് വന്നുകൊണ്ട് നമ്മൾ വീഡിയോസിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇതുപോലെ കുറേ വീടുകൾ നമുക്കവിടെ കാണാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. വൈക്കോലാണ് മേഞ്ഞിരിക്കുന്നത്. അവിടെയും കണ്ടു ഈ തക്കാളി കൃഷി. ഞാൻ എവിടെ ചെന്നാലും ഈ തക്കാളി കൃഷി എൻ്റെ കണ്ണിൽ ഇങ്ങനെ പെടുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ചു കേട്ടോ. അവിടെയും നല്ല മനോഹരമായ ഒരു കൃഷിയിടങ്ങളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ ആ വീടും കണ്ടു. അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പോകുന്നത് ആ വീട്ടിലൊരമ്മയുണ്ട്. ആ അമ്മയെ കണ്ടേച്ച് വരാം കേട്ടോ. ആ അമ്മ ആ ചേച്ചിയോട്, അവിടെയുള്ള ചേച്ചിയോട് ഞാൻ ചോദിച്ചു ഇവിടെ ആരാ താമസിക്കണേ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ എവിടെ ചോദിച്ചപ്പോൾ അമ്മ അവിടെ നെല്ല് വാരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ അമ്മയെ കാണാൻ പോയതാട്ടോ. അപ്പോൾ അമ്മ ഇതാ നെല്ലെല്ലാം അത് നേരത്തെ ഉമ്മി കളഞ്ഞിട്ട് പേറ്റിയെടുത്ത നെല്ല് ഇതുപോലെ ഇത് ടർപ്പയല്ലേ, ഇത് ടർപ്പായിലിട്ടിട്ട് ഉണങ്ങാനിട്ടിട്ട് രാവിലെയും വൈകിട്ടും ഇതിങ്ങനെ വാരി വെക്കും. ഇതൊക്കെ ഫുള്ളും പ്രായഭേദമന്യേ എല്ലാവരും ഈ ഒരു തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മനോഹരമായൊരു കാഴ്ച നമുക്കിവിടെ സമ്മാനിക്കാനും സാധിച്ചിട്ടുണ്ട്. വളരെ മനോഹരം. അമ്മയും കുറേ സംസാരിക്കുകയെല്ലാം ചെയ്തു കേട്ടോ.
എന്തായാലും കണ്ടോ വളരെ മനോഹരമായി. അമ്മ പറഞ്ഞു 3 ദിവസത്തെ ഉണക്ക് വേണം ഈ നെല്ലിന്. അങ്ങനെയൊക്കെ കുറേ സംസാരിച്ച് കേട്ടോ. നമ്മുടെ ചിരി നോക്കിയ ഒരു പഞ്ചാര ചിരിയാണ് അമ്മമ്മ. അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മുടെ ചേകാടി ഗ്രാമത്തിൻ്റെ മനോഹരമായ കാഴ്ച നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് നന്ദി. ബൈ.